الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير صدق الله العلي العظيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും പാലിച്ച് പടച്ചവൻ വിരോധിച്ച പാടില്ല അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അല്ലാഹുവിനോട് തഖ്വയുള്ള ഭക്തിയുള്ള മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ആദ്യമേ തന്നെ ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യവർഗത്തെ പടച്ച തമ്പുരാൻ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് അയച്ചിട്ടുള്ളത് ഒരേ രൂപത്തിലും ഒരേ തലത്തിലും ഒരേ വർഗക്കാരും ജാതിക്കാരുമായിട്ടില്ല. വ്യത്യസ്ത രൂപഭാവങ്ങളോടുകൂടി വ്യത്യസ്ത ജാതിക്കാരും വർഗക്കാരും രാജ്യക്കാരുമായിക്കൊണ്ട് അങ്ങനെയാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വിവിധ തലത്തിലും വിവിധ തരത്തിലും പെട്ട ആളുകളായിട്ടാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് അതിബൃഹത്തായ മഹത്തായ ഒരു സൃഷ്ടി രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. മനുഷ്യന്മാർ പരസ്പരം തിരിച്ചറിയുവാനും മനുഷ്യന്മാർ പരസ്പരം അറിയപ്പെടുവാനും ഒക്കെ ആ സൃഷ്ടി വൈഭവത്തിലൂടെ സാധിക്കുമെന്ന് സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. ഓ മനുഷ്യരെ എന്ന് മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്, അഥവാ ആദമിൽ നിന്നും ഹവ്വാവിൽ നിന്നുമാണ്. നിങ്ങൾ ശുഊബൻ വിവിധ ജനവിഭാഗങ്ങളും വിവിധ ഗോത്രക്കാരുമാക്കി വിവിധ രാജ്യക്കാരുമാക്കി വിവിധ വിഭാഗങ്ങളാക്കി നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയുവാനും വിവരങ്ങൾ കൈമാറുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പടച്ചവനോട് തഖ്വ പുലർത്തിയും കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം സൂക്ഷ്മജ്ഞാനിയുമാകുന്നു പടച്ചവൻ എന്ന് ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. അപ്പൊ ഇതില്
പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലിതആറഫു, പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, പരസ്പരം അറിയുക, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം വിവരങ്ങൾ കൈമാറുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൈവിക നിശ്ചയം തന്നെയാണ്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ പരസ്പരം അറിയണം, വിവരങ്ങൾ കൈമാറണം, വിവരങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മഹലിൽ ജീവിക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടണമെന്നും 5 നേരം പള്ളിയിൽ ആ പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടണമെന്നുമൊക്കെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ വിവരങ്ങൾ കൈമാറുക എന്നുള്ളത് മനുഷ്യനെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാകുന്നു. ആ സംവിധാനം പണ്ട് കാലത്ത് നമ്മള് കത്തെഴുത്തിലൂടെയും അതുപോലെ തന്നെ ആളുകൾ അനൗൺസ് ചെയ്ത് വിളിച്ചു പറഞ്ഞു പോവലിലൂടെയൊക്കെ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു വിവരം കൈമാറണമെങ്കിൽ, ഒരു വിവരം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു പോവുകയാണ്. ഖിബല മാറ്റത്തെ കുറിച്ച് നമുക്കറിയാം. ഖിബല മാറിയ വിവരം മദീനയിൽ നിന്ന് മസ്ജിദുൽ ഖിബലത്തിനെത്താൻ ഒരുപാട് സമയം വേണ്ടി വന്നു എന്നാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ വിവര സാങ്കേതിക വിദ്യ വളർന്ന് വികസിച്ച് അതിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരവസരത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് നമ്മുടെ പൂർവികന്മാർക്ക് ലഭിക്കാത്ത, മറ്റുള്ള ആളുകൾക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. നമ്മളുടെ ഒരു വിവരം, നമ്മളുടെ ഒരു ആശയം, നമ്മളുടെ ഒരു ചിത്രം ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്ക് എത്തിക്കുവാനും നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കുന്ന ഒരു സംവിധാനം നമുക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാകുന്നു. അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ അവന്റെ ജീവിത സൗകര്യങ്ങൾ സുഖകരമാക്കുവാനും അതുപോലെ തന്നെ വിവരങ്ങൾ കൈമാറുവാനുള്ള ഒരു സംവിധാനം അള്ളാഹു അവന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമാകുന്നു. ഓരോ അനുഗ്രഹത്തെയും വിശ്വാസികൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതിലൊക്കെ ഒരുപാട് നന്മകളുണ്ട്, അത്രയും തന്നെ തിന്മകൾക്കും അത് ഉപയോഗിക്കാവുന്നതാകുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി ഇതൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഇതിലെ നന്മകൾ ഉപയോഗപ്പെടുത്തുകയും ഇതിലെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അതിനോട് നീതി പുലർത്തുമ്പോൾ അവൻ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തവനായി തീർന്നു എന്നുള്ളതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു അനുഗ്രഹം ലഭിച്ചിട്ടും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുമ്പോൾ അള്ളാഹു വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം ലോകത്തുള്ള ഒരു പുരോഗതിക്കും എതിരായി നിന്നിട്ടില്ല. ഇസ്ലാമിൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന മതമാണ് എന്നും വിശുദ്ധ ഖുർആൻ ലോകാന്ത്യം വരെയുള്ള സമൂഹത്തിന്റെ ദൈവീയ ഗ്രന്ഥമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇസ്ലാം ലോകാവസാനം വരെ ഇനി വരാനുള്ള ഏത് ടെക്നോളജിക്കും ഏതൊരു വിവര സാങ്കേതിക വിദ്യക്കും എതിരായി നിന്നിട്ടില്ല. ഇസ്ലാം പുരോഗതിക്കൊപ്പം നടന്നിട്ടേ ഉള്ളൂ. ഒരു സംവിധാനത്തെ, ഏതൊരു സംവിധാനം പുതുതായി വരുമ്പോഴും നമുക്കറിയാം യന്ത്രങ്ങളെ ഇവിടെ എതിർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. യന്ത്രങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ വരുമ്പോൾ, മദ്യയന്ത്രങ്ങൾ വരുമ്പോൾ, കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എതിർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് തന്നെ എല്ലാവർക്കും അത് മനസ്സിലായി, അത് അനിവാര്യമാണ്, ഇന്നെല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഡ്ഢിത്തം ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. ലോകത്ത് വരുന്ന എല്ലാ നല്ല സാങ്കേതിക വിദ്യകളെയും ഇസ്ലാം അനുകൂലിക്കുന്നു. ഇസ്ലാം അതെന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു? നന്മക്കും നീതിക്കും മൂല്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഉപയോഗിച്ചവൻ അള്ളാഹു പ്രതിഫലം നൽകുന്നു. അത് ദൂഷ്യവശങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് അള്ളാഹു ശിക്ഷ നൽകുന്നു. ഇപ്പോ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, എഴുത്തുമാധ്യമങ്ങളാവട്ടെ, ആ മാധ്യമങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, മനുഷ്യനാണ് തെറ്റ് ചെയ്യുന്നത്. ആ മീഡിയകൾ ഒരു തെറ്റും ചെയ്യില്ല. മീഡിയകളെ മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കുന്നു ആ രൂപത്തിലാണ് തെറ്റും ശരിയും മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി, ദീനീയ ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് സന്ദർഭങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഇതിന് ചില ആദാബ്, ചില അഖ്ലാഖിയാത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ മര്യാദ അന്നീയത്താണ്, നല്ല ഉദ്ദേശം. നമ്മൾ ഇത്തരം ആധുനിക സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളെ നീയത്ത്
നല്ല ഉദ്ദേശമായിരിക്കണം. ഇത് നാം ഉപയോഗപ്പെടുത്തുന്നത് നന്മക്കും നീതിക്കും മൂല്യത്തിനും വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, വിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനും മൂല്യങ്ങൾ പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കണം അവൻ അതിനെ സമീപിക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതൊരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ നിയ്യത്തനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. അല്ലെ, ഇതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ജീവിച്ചു പോയ പഠിച്ചിരുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടാൻ സാധിക്കും. മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ദീനീ ദഅവത്ത് രംഗത്ത് ഇത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഇസ്ലാമിക് ക്ലാസ് റൂമുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഇസ്ലാമിക് റേഡിയോ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ദീനീ മെസ്സേജുകൾ മറ്റുള്ള ആളുകൾക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കും. ഈ രൂപത്തിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ, മനുഷ്യർക്ക് പ്രതിഫലം ലഭിക്കുന്ന, ഇഹലോകത്തിനൊന്നും പരലോകത്തിനൊന്നും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ വിവര സാങ്കേതിക വിദ്യയെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം, നല്ല കാര്യങ്ങൾക്കായിരിക്കണം അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുള്ള മോശമായ ദൂഷ്യമായ വശങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കരുത്. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്നാണ്. മനുഷ്യന് യൂസുഫ് നബി പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സൂറത്ത് യൂസുഫിൽ കാണാം. മനുഷ്യന്റെ ശരീരം മനുഷ്യന് തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി അതിയായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ സ്വതവേ ഉള്ള ഒരു പ്രകൃതിയുള്ള ചില വാസനകളുണ്ട്. അശ്ലീലതയും അക്രമവും ഒക്കെ അവന്റെ രക്തത്തിൽ ഊട്ടപ്പെട്ടതാണ്. അത് മനുഷ്യന് വിവേകം കൊണ്ട്, ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട് മനുഷ്യനത് അടിച്ചമർത്തി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ്. പക്ഷെ ഇതിനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ, സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മനുഷ്യരുടെ ഈ മൃദുല വികാരങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പൊ ഇത്തരം ഒറ്റക്കൊരു റൂം, ആരും കാണുവാനില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവന്റെ കൺമുമ്പിൽ ലഭിക്കുമ്പോൾ പിശാച് അവരേക്ക് കടന്നു വരികയും അവന്റെ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അശ്ലീലമായ അക്രമത്തിന്റെ സൈറ്റുകളിലേക്ക് പോയിട്ട് അതിന്റെ അടിമയായി അവൻ തീർന്നു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഒന്നാമതായിട്ട് നല്ല നിയ്യത്ത് വേണമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് തതബ്ബുൽ ഔറാത്ത് ഒഴിവാക്കണം. അഥവാ മനുഷ്യന്റെ സ്വകാര്യത ഭേദിക്കുന്നതിനെ അവൻ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇത് നമുക്കറിയാം, ഏതൊരു വ്യക്തിയെക്കുറിച്ചും ഏതൊരു മനുഷ്യനെക്കുറിച്ചും അവനെ മോശമായി ചിത്രീകരിക്കാൻ, അവനെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്. അവന് ഒരു സൈറ്റിൽ എന്തെങ്കിലും അവനെക്കുറിച്ച് മോശമായ ഒരു തിയറി ഒന്നും ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്താൽ മതി. അതേമാതിരി മോർഫിംഗിലൂടെ അവനെക്കുറിച്ച് അപവാദമായ ചിത്രങ്ങൾ ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇവനെക്കുറിച്ചുള്ള മോശമായ അപവാദങ്ങൾ പ്രചരിക്കുകയാണ്. അത് ഏറ്റുപാടുക എന്നുള്ളത് മനുഷ്യർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും ഈ വ്രണങ്ങളിലാണല്ലോ ഈച്ചകൾ വന്നിരിക്കാറ്. അതുകൊണ്ട് ഈ അപവാദങ്ങളും അതേമാതിരിയുള്ള കുപ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്നിടത്ത് മനുഷ്യർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതൊരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്, കരുതിക്കൂട്ടി ദേഷ്യമുള്ള ആളോട് പക തീർക്കാൻ ചെയ്യുന്നവരുണ്ട്. ഏതായാലും ശരി, ഇസ്ലാം അത് വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ വളരെ സിമ്പിളായി, വളരെ എളുപ്പമായി, വളരെ ഒരു രസത്തിന് വേണ്ടി ചെയ്താലും വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ ആയത്തിൽ പറയുന്ന അതിഗൗരവമായ ഒരു വിഷയമാണത്. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا واثما مبينا. والذين ഒരു വിഭാഗം ആളുകൾ യൂദൂന അവർ ഉപദ്രവിക്കുന്നു അൽ മുഅ്മിനീന വിശ്വാസികളെയും വൽ മുഅ്മിനാത്ത് വിശ്വാസിനികളെയും ബിഗൈരി മാ ഇക്തസബു അവർ ചെയ്യാത്തൊരു കാര്യത്തിന്, നിരപരാധികളായ ആളുകളെക്കുറിച്ച്, കളങ്കമില്ലാത്ത ആളുകളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് കളങ്കമേൽപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകൾ, അത് ഏത് മാധ്യമങ്ങളുടെ ആയാലും ശരി, എല്ലാ മാധ്യമങ്ങളിൽപ്പെട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫഖദ് യഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന അതിമഹാപാതകമാണ് അവർ ചെയ്യുന്നത്. വഇസ്മൻ മുബീന വ്യക്തമായ തെറ്റാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് അകന്നിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ, മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുക, അത് വിരോധിച്ചിട്ടുണ്ട്. വലാ തജസ്സസു, നിങ്ങൾ ജാസൂസ് പണിയെടുക്കരുത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ നിങ്ങൾ ഭേദിക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്ത് നൂറിൽ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നൂറിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. തീർച്ചയായിട്ടും ഇന്നല്ലദീന യുഹിബ്ബൂന, ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്താണ് അവരുടെ ഇഷ്ടം? അൻ തുശീഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ, വിശ്വാസികൾക്കിടയിൽ ഇത്തരം ഫാഹിശത്ത്, അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളത്. ജനങ്ങൾക്കിടയിൽ ഇത്തരം അപവാദ പ്രകരണം, അത് ഏത് മേഖലയുടെ ആയാലും ശരി, ഇന്ന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണല്ലോ ഈ ഇന്റർനെറ്റും ഈ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ കുറിച്ച് ഇകഴ്ത്തി പറയുക എന്നുള്ളത്. അങ്ങനെ അപവാദം പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ടെന്നാണ്. ഇഹലോകത്ത് വെച്ചും അല്ലാഹു അവരെ പിടികൂടുമെന്നാണ്, പരലോകത്തിന്റെ ശിക്ഷയ്ക്ക് പുറമെ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനെല്ലാം അറിയാൻ നിങ്ങൾക്ക് കാര്യങ്ങളുടെ പര്യവസാനത്തെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കറിയാം, നന്നായി ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. ഭർത്തൃ ബന്ധങ്ങൾ തകർക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആളുകൾ. നിരപരാധികളുടെ അഭിമാനങ്ങൾക്ക് ക്ഷതം വരുത്താൻ വേണ്ടി ഇത്തരം മേഖലകൾ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണുക, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാന ഖൽബ ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം. യാ മഅശറ മൻ ആമന ബിലിസാനി, നാവുകൊണ്ട് വിശ്വസിച്ച സമൂഹമേ, വലം യദ്ഖുലിൽ ഈമാന ഖൽബഹു, ഹൃദയങ്ങളിലേക്ക് വിശ്വാസം ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത വിഭാഗമേ, നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ സ്വകാര്യതകളെ നിങ്ങൾ പിന്തുടരരുത്, അഥവാ രഹസ്യങ്ങളെ നിങ്ങൾ പരസ്യമാക്കരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാതഹും, ആരെങ്കിലും ഈ മനുഷ്യ രഹസ്യങ്ങൾ തേടിപ്പോകുന്നുവെങ്കിൽ യത്തബഇല്ലാഹ ഔറത്തു, അവന്റെ ന്യൂനതകളും അവന്റെ കുറവുകളും അള്ളാഹു തേടിപ്പോകും. അവന്റെ ന്യൂനതകൾ അള്ളാഹു തേടിപ്പോകും. വമൻ യത്തബഇല്ലാഹ ഔറത്തു യഫ്ലഹു ഫീ ബൈതിഹി, അള്ളാഹു അങ്ങനെ അവന്റെ ന്യൂനതകൾ തേടിപ്പോകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവന്റെ ന്യൂനതകൾ സമൂഹത്തിൽ അത് പരസ്യമാകും. അവൻ ജനങ്ങളുടെ ഇടയിൽ വഷളാകുന്ന ഒരവസ്ഥ അവൻ ഇഹലോകത്ത് വെച്ച് തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്ന അർത്ഥം. എന്ന് വെച്ചാൽ ഇസ്ലാമിലെ തിയറി, ഒരാള് ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വകാര്യമായ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരസ്യമാക്കരുത് എന്നാണ്, മൂടിവെക്കണമെന്നാണ്. ഒരാളുടെ ന്യൂനതകൾ മൂടിവെച്ചാൽ അള്ളാന്റെ ന്യൂനതകൾ അവന്റെ ന്യൂനതകൾ അള്ളാഹു മൂടിവെക്കുമെന്നാണ്. അപ്പോ അവനെ വിളിച്ച് സ്വകാര്യമായി പറയുക, അവനെ നന്നാക്കാൻ നോക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഒരു തെറ്റ് പരസ്യമായി വന്നാൽ അവന്റെ പേരിൽ ഇസ്ലാമിന്റെ ഭരണകൂടം ശിക്ഷാ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഒരു തെറ്റിനെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാം ചെയ്യുന്നില്ല. അതിന്റെ വക്താക്കളായി നമ്മൾ മാറരുത് എന്നാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യക്തികളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഏഷ്യയുടെ നമീമത്തിന്റെ വിഭാഗത്തിൽ പെടുന്ന ഭയങ്കരമായ തെറ്റായി മാറും. പണ്ടൊക്കെ നമുക്കറിയാം, വീടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വീഡിയോ കൊലായിൽ ഇരുന്നു കൊണ്ടായിരുന്നു ആളുകള് അപവാദങ്ങളും മോശമായ പ്രവൃത്തികളും ഏഷണികളൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. സ്വന്തം റൂമിൽ തന്നെ ഒറ്റയ്ക്കിരുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടായാൽ അവന് ആരെക്കുറിച്ചും എന്തും പറഞ്ഞുവിടാനും എഴുതിവിടാനും സാധിക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത് എന്നുള്ളതാണ്. അത്രയും വിവര സാങ്കേതിക വിദ്യ അവന്റെ മുമ്പിൽ വിശാലമായി തുറന്നു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂന ലിൽ ബുറാഇൽ അനത്. അലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, ഏറ്റവും മോശമായ ആളുകൾ, സമൂഹത്തിലെ ഏറ്റവും ദൂഷ്യമുണ്ടാക്കുന്ന ഏറ്റവും മോശക്കാരായ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുകയാണ്. ആരാണ് അവര്? അൽ മശാഊന ബിൻ നമീമ, ജനങ്ങൾക്കിടയിൽ തെറ്റിക്കുവാൻ വേണ്ടി അപവാദ പ്രചരണങ്ങളും ഏഷണിയുമായി നടക്കുന്ന ആളുകളാണ്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ആ സമൂഹത്തിലേക്ക് ഒരു കുപ്രചരണം ഇട്ടുകൊടുക്കുകയാണ്. സമൂഹം രണ്ട് ചേരിയായി തീരുകയാണ്, പരസ്പരം അടിക്കുകയാണ്. അതിന് കാരണക്കാരൻ ഈ മനുഷ്യനാണ്. അവനാണ് ഏറ്റവും ഷർറ്, ജനങ്ങളിൽ ഏറ്റവും മോശമായ വ്യക്തിത്വം അവനാണ്. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾക്കിടയിൽ, രണ്ട് സമൂഹത്തിനിടയിൽ സ്നേഹത്തോടെ കഴിയുന്ന ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ.
അൽ ബാഗൂന ലിൽ ബുറാ, നിരപരാധികളെ കുറിച്ച് അവരെ ആക്രമിക്കുന്നവൻ, അവരെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നവൻ. അപ്പോ ഈ കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സൗകര്യങ്ങൾ അത് നന്മക്കും വളരെ ദീനിനും മൂല്യങ്ങൾക്കും വേണ്ടി നല്ല നിയ്യത്തോടുകൂടി ഉപയോഗിക്കുന്നതിന് ഇസ്ലാം എതിർക്കുന്നില്ല. നേരെ മറിച്ച് ഇതേ സൂചിപ്പിച്ച പ്രകാരം ആളുകളുടെ സ്വകാര്യത ഭേദിക്കുവാനും ആളുകളെ കുറിച്ച് അപവാദം പറയുവാനും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തെറ്റാണ്, മഹാപാതകമാണ്. ഈ ലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനതകൾ പരസ്യമാക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ അപവാദ പ്രചരണത്തിന് നമ്മുടെ ലാപ്ടോപ്പിൽ പ്രത്യേക കാര്യം ഒരാളെ കുറിച്ച് എഴുതി ഉണ്ടാക്കണം എന്നില്ല. മറിച്ച് ഏതോ ഒരാള് എഴുതി വിട്ടൊരു മാറ്ററിൽ അതിൽ നമ്മൾ ഷെയറിംഗ് നടത്തുമ്പോൾ, അതിൽ കമാൻഡിംഗ് നടത്തുമ്പോൾ അതിലൊരു വ്യക്തിയായ അതിൽ നമ്മളും ഭാഗവാക്കായെന്നാണ്. അവൻ എഴുതിയുണ്ടാക്കിയ മോശമായ ഒരു പ്രവർത്തനം, ഒരു മാറ്റർ, അതിൽ ഷെയറിംഗ് നടത്തുകയോ അതിന് കമാൻഡുകൾ എഴുതുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരാളായി തീർന്ന. നമുക്കൊരു വാർത്ത കിട്ടിയാൽ, ഒരു വിവരം കിട്ടിയാൽ അതെന്താണെന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് അന്വേഷിക്കാതെ അതിന് നമ്മൾ ഭാഗവാക്കായി കഴിഞ്ഞാൽ അതിനൊരു വ്യക്തിയായി നമ്മൾ മാറി എന്നാണ്. അപ്പൊ അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കണ്ടതിനൊക്കെ കമാൻഡ് എഴുതി വിടുന്ന ആളുകളുണ്ട്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. സത്യവിശ്വാസികളെ കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ജീവിതത്തിൽ ഇഹലോകത്തും ഉപയോഗപ്പെടുത്തും, പരലോകത്തും ഉപയോഗപ്പെടും. ഇജാക്കും ഫാസിക്കും ബിനബ, ഒരു കമ്മാടിയായ ദീനീബോധമില്ലാത്ത ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്തിൽ വന്നാൽ, അത് ഓറലായുള്ള വാർത്തകളായാലും ശരി, ലിഖിതങ്ങളായാലും ശരി, നെറ്റിലൂടെ വരുന്ന വാർത്തകളായാലും ശരി, ഏത് വാർത്തകളായാലും ശരി, ഫതബയ്യനൂ, നിങ്ങൾ അന്വേഷിക്കണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. തെറ്റാണോ എന്ന് അന്വേഷിച്ച് ആ വാർത്തയുടെ ഉറവിടം ഏതാണെന്നറിയാതെ, ആ വാർത്ത ശരിയാണോ എന്നറിയാതെ താളപെറ്റു എന്ന് പറയുമ്പോൾ കയറെടുത്തു പോകുന്ന സ്വഭാവം വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയാണ്. ആ നിയമം മനുഷ്യൻ സ്വീകരിക്കുകയാണെങ്കിൽ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നു. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയല്ല. പിശാച് അതിന് സമ്മതിക്കില്ല. പിശാചോടെ പ്രവർത്തിച്ചുകൊണ്ട് ഫതബയ്യനൂ, നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങൾ അറിയാതെ ഒരു സമൂഹത്തിന് നേരെ എടുത്തു ചാടും, നിങ്ങൾ കാരണക്കാരായി തീരും. സമൂഹത്തിന് നേരെ, ഒരു വ്യക്തിയുടെ നേരെ നിങ്ങൾ അറിയാതെ പ്രതികരിക്കാൻ കാരണക്കാരായി തീരും. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ഖേദിക്കേണ്ടി വരും. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഒരു വാർത്ത കിട്ടുമ്പോൾ, ഒരു വിവരം കിട്ടുമ്പോൾ അത് ശരിയാണ് എന്നറിയാതെ അതിനോട് നിങ്ങൾ പ്രതികരിക്കാൻ, ഷെയർ ചെയ്യാൻ പാടില്ല. നല്ലത് മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഒരാളുമായി നന്മ മാത്രമേ ഷെയർ ചെയ്യാൻ. ഖുർആൻ പറയുന്നു, വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നന്മക്കും തഖ്വക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന, നിങ്ങൾ പരസ്പരം സഹായിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മക്കും ശത്രുതയ്ക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ വിശാലമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇന്റർനെറ്റും ഇൻഫർമേഷൻ ടെക്നോളജിയും മൊബൈൽ ഫോണും ഒക്കെ വളരെയധികം സാർവത്രികമായതിനു ശേഷം ഈ ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചു എന്നാണ് ആധുനിക കാലത്തുള്ള ഒരു പഠനം തെളിയിക്കുന്നത്. പെൺകുട്ടികള് ഒളിച്ചോടുന്നത് കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. എന്താ കാരണം? നമുക്കറിയാം, ഈ ഇന്റർനെറ്റിന്റെയും IT-യുടെയും ഒക്കെ ദുരന്തഫലം അനുഭവിക്കുന്നത് സമൂഹത്തിലെ കൗമാരപ്രായക്കാരും സ്ത്രീകളുമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പക്വതയില്ലാതെ അത് ഉപയോഗിക്കുന്നതാണ്. മൂർച്ചയുള്ള ഒരു കത്തി നമ്മൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാറില്ല. കാരണം അവർക്ക് അതറിയില്ല അതിന്റെ ഉപദ്രവം എന്താണ്. അതേമാതിരി ഈ ടെക്നോളജി നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയുന്നില്ല. അങ്ങനെ അവരത് ഉപയോഗിക്കുമ്പോൾ ഏതോ പരിചയമില്ലാത്ത ആളെ പരിചയപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് ഒരുപാട് ചാറ്റിംഗ് നടത്തി അങ്ങനെ ഫ്രണ്ടായി തിരിച്ചു വന്ന് നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ. ബസ് സ്റ്റാൻഡിൽ ആരെയോ തിരയുന്ന പെൺകുട്ടി ആരെയോ തിരയുകയാണ്. ആരെയോ തിരയുന്നത്? അവൻ നേരത്തെ അവൻ ഷെയർ ചെയ്ത അല്ലെങ്കിൽ അവൻ ചാറ്റ് ചെയ്ത കാമുകനെ അന്വേഷിച്ചു വന്നതാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന യുവത്വങ്ങൾ എത്രയോ നമുക്കറിയാം. 35 വയസ്സുള്ള ഒരു ടീച്ചർ 17 വയസ്സുള്ള തന്റെ സ്റ്റുഡന്റുമായി സ്നേഹത്തിലായിക്കൊണ്ട് ഒളിച്ചോടിയ കഥ നിങ്ങൾ പത്രദ്വാര അറിഞ്ഞിരിക്കും. ഇങ്ങനെ എത്രയോ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളുടെ കയ്യിൽ ഇത് കൊടുക്കാറുന്നൊരു കാര്യമല്ല. സ്കൂളിൽ തന്നെ ഇന്റർനെറ്റാണ് പഠിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ. അവര് ടെക്നോളജി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ട് അവർക്ക് നമ്മൾ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി അവർക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ ആവശ്യമുള്ളതും വേണ്ടതുമായ സൈറ്റുകൾ ഏതാണെന്ന് പറഞ്ഞു കൊടുത്ത് അത് അവന് ജീവിതത്തിൽ ആവശ്യമുള്ള പഠിക്കാൻ ആവശ്യമുള്ള സൈറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അവന് പറഞ്ഞു കൊടുത്ത് അവന്റെ കൂടെ ഇരുന്ന് അവൻ ശ്രദ്ധിച്ചുകൊണ്ട് അവന് ഒരു ഒബ്സർവ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം മാത്രമേ ഇതിൽ നടക്കുകയുള്ളൂ. തീരെ വിഭാടനം ചെയ്തിട്ട് നമ്മൾ അവർക്ക് നൽകുന്നില്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് അവന് കിട്ടാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിവേകപൂർവ്വം ഇത് ഉപയോഗപ്പെടുത്തുക. വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് സമയം നമുക്കറിയാം ഈ ബാച്ചുലർമാരും മറ്റെല്ലാത്തവരൊക്കെ തന്നെ അവന്റെ സമയത്തിന്റെ സുപ്രധാനമായ സമയങ്ങൾ മുഴുവനും ഇതിനു മുമ്പിൽ ചെലവഴിച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണോ എന്ന് ആദ്യം ചിന്തിക്കും. ഞാൻ ചെയ്യുന്നത് എന്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതാണോ, എനിക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സൈറ്റാണോ ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് എങ്കിൽ അവന് വിരോധമില്ല. പക്ഷെ അതാർക്കും ഉപയോഗമില്ലാത്ത വളരെ മോശമായ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മനുഷ്യനെ നൈസർഗിക വികാരങ്ങൾ ഉയർത്തുന്ന അശ്ലീലതയും അക്രമവുമായ സൈറ്റുകളിൽ പോയി ഒരുപാട് സമയം ചെലവഴിച്ച് അവന്റെ ജീവിതത്തിന് സിംഹഭാഗവും ഇതിനുവേണ്ടി ചെലവഴിച്ച് പള്ളികളിൽ നമസ്കരിക്കാൻ പോലും ഹാജരാവാതെ ഇതിനു മുമ്പിൽ അവന്റെ സിംഹഭാഗവും ചെലവഴിച്ചുകൊണ്ട് ജീവിതം തുലക്കുന്ന ആളുകൾ ചിന്തിക്കുക. ഇതൊക്കെ പഠിച്ചവൻ ചോദിക്കും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്ത, വിചാര വികാരങ്ങളെ, നിങ്ങളുടെ ഹൃദയം, കുല്ലു ഉലൈക ഇതിനെക്കുറിച്ചൊക്കെ കാന അൻഹു മസ്ഊല, പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ കാണുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്നത്, നിങ്ങളുടെ ദുഷ്ടമായ ചിന്തകള്, വിചാര വികാരങ്ങള് പടച്ച തമ്പുരാന്റെ കോടതിയിൽ വിചാരണ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയും ബോധവും ഈ എല്ലാ രംഗത്തും ഉണ്ടാകുന്നത് പോലെ ഈ രംഗത്തും നമുക്കുണ്ടാവണം. പിന്നെ ഇതേമാതിരി തന്നെ അനാവശ്യമായ സമയം, ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ ഇത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ സമയത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ ഏറ്റവും വില പിടിച്ചുള്ള അവന്റെ സമയമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളെയും ഒക്കെ തന്നെ ഈ രംഗത്ത് നമ്മൾ ജാഗരൂകരാകുന്നില്ല എങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ സ്വന്തം റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ മക്കൾ ചീത്തയാകുന്നത് നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരവസ്ഥ നമുക്കുണ്ട്. അത്രയും വലിയ ദുരന്തമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ശ്രദ്ധിക്കാതിരുന്നാൽ ആ പിതാക്കന്മാർ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ ബോധവാന്മാരാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ നല്ല നല്ല സൈറ്റുകൾ, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, മൂല്യങ്ങൾ ഉണ്ടാക്കുന്ന സൈറ്റുകൾ നിർമ്മിക്കാനും അതിലേക്ക് ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെയും നമ്മയും ഒക്കെ തിന്മകളിൽ നിന്നും തെറ്റിൽ നിന്നും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ.